കണ്ണേ കരളെ VS ഇത് കേൾക്കാത്ത മലയാളികളുണ്ടാകില്ല. കേരളത്തിന്റെ സമരവേദികളിലെ ഒരിക്കലും മായാത്ത മുഖമാണ് VS എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന VS അച്യുതാനന്ദൻ. VS എന്ന ജനപ്രിയ നേതാവിന്റെ വിയോഗത്തോടെ ഒരു നൂറ്റാണ്ട് നീണ്ട സംഭവബഹുലമായ ജീവിതത്തിനാണ് തിരശീല വീണത്. VS എന്നാൽ സമരമാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി ഓരോ സമരവേദികളിലും VSന്റെ ശബ്ദങ്ങൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ആ ജീവിതം തന്നെ ഒരു സമരമായിരുന്നു. 1923 പുന്നപ്രയിലെ ബെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VSന്റെ ജനനം. ദുരിതപൂർണമായ ബാല്യമായിരുന്നു VSന്റേത്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും മരിച്ചു. അനാഥത്വവും ദാരിദ്ര്യവും വലച്ചെങ്കിലും പഠിക്കണമെന്ന മോഹം VS ഉപേക്ഷിച്ചില്ല. ജാതി വ്യവസ്ഥ കത്തിക്കാളി നിന്ന നാട്ടിൽ സവർണ കുട്ടികൾ ചോവച്ചെറുക്കനെന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ അവരെ VS ബെൽറ്റൂരി അടിച്ചോടിച്ചു. സമൂഹത്തിലെ വ്യവസ്ഥതയോട് ആ കൊച്ചു VS അന്ന് തന്നെ കലഹം പ്രഖ്യാപിച്ചു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതായതോടെ 7-ാം ക്ലാസ്സിൽ VSന് പഠിപ്പ് അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നീട് സഹോദരന്റെ തയ്യൽക്കടയിൽ സഹായിയായി. അവിടെ നിന്നും ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി ചേരുന്നതോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാകുന്നത്. നടുവൊടിക്കുന്ന ജോലി, കുറഞ്ഞ കൂലി, മോശമായ തൊഴിൽ സാഹചര്യങ്ങൾ, ഇതായിരുന്നു VSനെ ആ ജോലിസ്ഥലത്ത് കാത്തിരുന്നത്. മറ്റെന്തും സഹിക്കാം, പക്ഷേ കൂലി കൂട്ടി ചോദിക്കാൻ അവൻ നിരന്തരം തൊഴിലാളികളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു വർഷത്തിനകം ആ 16-കാരൻ തൊഴിലാളികളുടെ കണ്ണിലുണ്ണിയും മുതലാളിമാരുടെ കണ്ണിലെ കരടുമായി. പിന്നാലെ 17-ാം വയസ്സിൽ അന്ന് നിരോധിക്കപ്പെട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായി. 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ പ്രതിനിധിയായതോടെ അച്യുതാനന്ദൻ എന്ന യുവ നേതാവ് അവിടെ ഉദിച്ചുയരുകയായിരുന്നു. ദുരിത ജീവിതം മാത്രം അറിയാവുന്ന തൊഴിലാളികൾക്ക് നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തും പ്രതീക്ഷയുമായി ആ യുവ നേതാവ് വളർന്നു വന്നു. പതിറ്റാണ്ടുകളായി ജന്മിമാർക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിന്നിരുന്ന തൊഴിലാളികൾ കൂലി കൂട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് സമരം തുടങ്ങി. VSന്റെ നേതൃത്വത്തിൽ അവർ അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തി. അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് തെമ്മാടിയെ വെട്ടിനുറുക്കിക്കൊല്ലാൻ ജന്മിമാർ ഉത്തരവിട്ടു. കൊടിയ മർദ്ദനങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ, പ്രതിഷേധങ്ങൾ, പിന്നാലെ ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് കസ്റ്റഡിയിലായ VS നേരിട്ടത് കൊടിയ പോലീസ് മർദ്ദനമായിരുന്നു. മരിച്ചെന്ന് കരുതി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞെടുത്തു നിന്നാണ് VS തിരിച്ചു വന്നത്. 1957 ആദ്യ സർക്കാർ വന്നതോടെ അച്യുതാനന്ദൻ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖനായി. പാർട്ടിയിലെ വിമത സ്വരം കൂടിയായിരുന്നു എന്നും VS. ഒന്നും രണ്ടുമല്ല, 11 തവണയാണ് VS അച്ചടക്ക നടപടി നേരിട്ടത്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് മുതലാണ് VSന്റെ വേറിട്ട ശബ്ദം പാർട്ടി വേദികളിൽ മുഴങ്ങി തുടങ്ങിയത്. തന്റെ നിലപാട് തുറന്നു പറയാൻ VS ആരെയും ഭയപ്പെട്ടിരുന്നില്ല. താൻ എന്നും തൊഴിലാളിയുടെ പക്ഷത്ത് തന്നെയായിരിക്കുമെന്ന് VS ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. VS എന്ന രണ്ടക്ഷരം ലക്ഷോപലക്ഷങ്ങൾക്ക് പ്രതീക്ഷയുടെ വെള്ളിവെളിച്ചമായി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാരണവരായി അങ്ങനെ VS മാറി. ഒരു നൂറ്റാണ്ട് നീളുന്ന സമര പോരാട്ടങ്ങൾക്ക് ഇന്നലെ ശ്വാസം നിലച്ചപ്പോൾ ശൂന്യമായി പോയത് അണികളുടെ മനസ്സുകൾ മാത്രമല്ല, ഇന്നാട്ടിലെ ഓരോ പാവപ്പെട്ടവന്റേത് കൂടിയാണ്, ഓരോ തൊഴിലാളിയുടേത് കൂടിയാണ്. VSന്റെ ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല. പോരാട്ടത്തിന്റെ ഇടറാത്ത ആ ശബ്ദം എന്നും മലയാളികളുടെ കാതുകളിൽ ഉണ്ടാകും.